മിശിഹായിൽ പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സെ, പ്രിയ മാതാപിതാക്കളെ, 2025 ജനുവരി 19 ഞായറാഴ്ച സുവിശേഷ ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വചനങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ, വളരെ വിശാലമായിട്ട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്നേഹിക്കു ഭാഷയിൽ രചിച്ച മനോഹരമായ ഗ്രന്ഥമാണ് യോഹന്നാന്റെ സുവിശേഷം. ആമുഖത്തിന് ശേഷം സ്നാപക യോഹന്നാനെ കൊണ്ടുവരികയാണ്. തുടർന്ന് യോഹന്നാനിലൂടെ യേശുവിനെ അവതരിപ്പിക്കുകയാണ്. യോഹന്നാൻ തന്റെ അടുക്കലേക്ക് യേശു വരുന്നത് കണ്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. This is the Lamb of God who takes away the sins of the world. പഴയ നിയമ പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. കുഞ്ഞാട് എന്നുള്ള വാക്ക് ലോകത്തിന്റെ മുഴുവനും പാപങ്ങൾ നീക്കുന്നവനാണ്. പഴയ നിയമത്തില് പെസഹ രാത്രിയില് മോശയുടെ ആഗ്രഹപ്രകാരം കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തമെടുത്ത് വാതിൽ പടികളിലും കട്ടിൽ പടികളിലുമാണ് തളിച്ചിരുന്നത്. അവർ വേഗത്തില് പെസഹ ഭക്ഷണം ഭക്ഷിച്ച് അവർ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ചുള്ള ഏറ്റവും നല്ല ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നത് റൈമണ്ട് ബ്രൗൺ എഴുതിയിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. ഇവിടെ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കുഞ്ഞാട് എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. കുറവുകളില്ലാത്ത കുഞ്ഞാടിനെയാണ് പെസഹ രാത്രിയില് അറക്കപ്പെടേണ്ടത്. അതിന്റെ രക്തം കളയരുത്, അത് കട്ടിൽപ്പടികളിൽ തളിക്കണം. ഇവിടെ യേശുവാണ് കുഞ്ഞാടായിട്ട് വരുന്നത്. യേശു എന്താണ് അവസാനം തന്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് നമുക്കറിയാം. പെസഹ രാത്രിയിലെ പഴയ ആ ചിന്തകളിൽ നിന്നുമെല്ലാം മാറ്റിക്കൊണ്ടൊരു പുതിയ നിയമവും പുതിയ കാര്യങ്ങളും യേശു അവതരിപ്പിക്കുകയാണ്. അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവർ വീണ്ടും ഒന്നിച്ചുകൂടി ആ ഒന്നിച്ചുകൂടുന്ന അവസരത്തില് അപ്പമെടുത്ത് വാഴ്ത്തി കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. എന്തിനെല്ലാമാണ് പിതാവായ ദൈവത്തോട് കൃതജ്ഞതാ സ്തോത്രം ചെയ്തത്? കഴിഞ്ഞ 33 വർഷക്കാലം ദൈവപുത്രൻ എന്ന നിലയില് പിതാവിന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഈ ലോകത്ത് താൻ ജീവിച്ചു. തന്റെ ആ ജീവിതത്തിലൂടെ കുരുടർക്ക് കാഴ്ചയും മുടന്തർക്ക് സൗഖ്യവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിച്ചു. ആ യേശുവിനെ അവതരിപ്പിക്കുകയാണ് സ്നാപക യോഹന്നാൻ. ഈ ആദിത്യന്റെ പ്രസംഗത്തിൽ ഞാൻ പറയുകയുണ്ടായി, സ്നാപകൻ ആരാണ്? ആ കാലഘട്ടത്തിൽ 2 സന്യാസ സമൂഹങ്ങളുണ്ട്. ഒന്ന് എസൻ സന്യാസ സമൂഹവും കുമ്രാൻ സന്യാസ സമൂഹവും. ഈ കുമ്രാൻ സന്യാസ സമൂഹത്തിന്റെ അംഗമായിരുന്നു സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിന്റെ വേഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒട്ടകം കൊണ്ടുള്ള ഒട്ടകത്തിന്റെ തോലും കാട്ടുതേനും എല്ലാം ഭക്ഷിച്ചാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് റൂഡായിട്ടുള്ള, തന്റെ പ്രകൃതി റൂഡാണ്, സംസാരത്തിൽ ധാരാളിത്തമുള്ള, സ്നേഹമുള്ള, രക്ഷ നൽകുന്ന ഒരു സ്നാപക യോഹന്നാൻ. ഇവിടെ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെസഹായ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട കുഞ്ഞാടാ.
ഇവിടെ പെസഹ രാത്രിയിൽ ഒരു കുഞ്ഞാട് മാറ്റിവെക്കപ്പെടുകയാണ്. യേശുനാഥൻ തന്റെ അവസാനത്തെ ശിഷ്യരും ഒന്നിച്ചുള്ള ആ വിരുന്നില് പെസഹ രാത്രിയില് അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. ശരീരവും രക്തവും നൽകുന്ന ഒരു ദൈവപുത്രൻ യേശുവാണ്, നമ്മുടെയൊക്കെ രക്ഷകൻ. ആ യേശുവിന്റെ ശരീരവും രക്തവും കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ രക്ഷപ്പെടുന്നത്. ലാറ്റിൻ കുർബാനയില് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം വൈദികൻ സമാധാനം ആശംസിക്കും. അതിനുശേഷം പ്രാർത്ഥനയുണ്ട്. പിന്നീട് കാണുന്നത് പരിശുദ്ധ കുർബാനയുടെ ആ തിരുശരീരം, ആ ഹോസ്റ്റ് വൈദികൻ മുറിക്കുകയാണ്. മുറിച്ച് അതിലൊരു ചെറിയ കഷണം യേശുവിന്റെ രക്തത്തോടുകൂടെ കലർത്തപ്പെടുകയാണ്. ആ കലർത്തിയിട്ട് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇതാണ്: Behold, this is the Lamb of God who takes away the sins of the world. കാണുക. ശേഷത്തിൽ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വാക്യങ്ങളില്ല. എന്തുകൊണ്ട്? ആ കാലഘട്ടം ആയപ്പോഴത്തേക്കും പരിശുദ്ധ കുർബാന എല്ലാ സഭകളിലും ഉണ്ടായി. ഒരു പീഡനത്തിനൊക്കെ ഒരു ശമനം വന്നു. രക്തസാക്ഷികളുടെ ആ എണ്ണമൊക്കെ കുറഞ്ഞു. അങ്ങനെ ലോകം മുഴുവനും വ്യാപിച്ച് പരിശുദ്ധ കുർബാന AD 52 തോമസ് ശ്ലീഹ നമ്മുടെ ഭാരതത്തിലേക്ക് വന്നു. 7 പള്ളികൾ സ്ഥാപിച്ചു എന്ന് നമുക്കറിയാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന യേശുവിന്റെ മുറിവേറ്റ കരങ്ങളും മുറിവേറ്റ നെഞ്ചും കണ്ടിട്ട് പറയുക, ഇന്ന് മുറിവേറ്റ മക്കളെ പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? മുറിവേറ്റ മക്കളെ നിങ്ങൾക്ക് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ കാണാൻ കഴിയുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ്. റൂബ്രിക്സ് ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കഷ്ടത അനുഭവിക്കുന്ന മക്കൾ നമ്മുടെ കാസയിലും പീലാസയിലും ചേർക്കുന്നുണ്ടോ? റൂബ്രിക്സിന്റെ പേരില് ഈ മക്കളെയൊക്കെ മാറ്റി നിർത്തുന്നവരല്ലേ ഈ ക്രൈസ്തവ സമൂഹത്തിൽ പല ആളുകളും. ചിന്തിക്കണം. അവിടുന്ന് തോമസ് ശ്ലീഹ പറയും, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഈ അപ്പവും വീഞ്ഞും കാണുമ്പോൾ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് നമ്മുടെ മനസ്സുകളിലൊക്കെ നിരൂപിച്ചാല് ദൈവത്തിന്റെ സ്നേഹവും അനുഭവവും നമ്മിൽ കത്തിപ്പടരും. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ പാണ്ഡുരോഗം പിടിച്ചൊരു ചെറുപ്പക്കാരി വന്നിരിക്കുക. അവർക്ക് 2 ആൺമക്കളുണ്ട്. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് അവളുടെ നാവില് യേശുവിന്റെ ശരീരവും രക്തവും വെച്ചു കൊടുക്കുമ്പോൾ 2000 കൊല്ലം മുമ്പില് കുഷ്ഠരോഗികൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചില്ലേ? ദാവീദിന്റെ പുത്രനായ യേശുവേ, ഞങ്ങളിൽ കനിയണമേ, യേശുവേ ഗുരുവേ, ഞങ്ങളിൽ കനിയണമേ. ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് യേശു സൗഖ്യപ്പെടുത്തി. ആ യേശു തന്നെയാണ് ഓരോ ദിവ്യബലിയിലും നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. അതാണ് യേശു, ആ ദൈവത്തിന്റെ കുഞ്ഞാട്. അതാണ് സ്നാപക യോഹന്നാൻ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവിടെ ഓർക്കുക, ആ യേശു പറഞ്ഞൊരു വചനം, ഞാൻ നല്ല ഇടയനാണ്. ഇടയൻ എപ്പോഴും ആടുകളുടെ അടുക്കലേക്ക് ചെല്ലുന്നവനാ. അടുക്കലേക്ക് ഇല്ല. ആടുകള് പലപ്പോഴും അതിനെ തീറ്റ തിന്നാനോ എങ്ങോട്ടൊക്കെ പോകും. ഇടയൻ ചെന്ന് കൂടെ കിടക്കും. ഉണ്ണീശോ പിറന്ന ആ സ്ഥലം കഴിഞ്ഞിട്ട് ഷെപ്പേഴ്സ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ഗുഹയാണത്. അവിടെ ദിവ്യബലി ഞാൻ അർപ്പിച്ചതാണ്. ഗുഹയിൽ നിന്നും പുറത്തേക്ക് തിരിഞ്ഞെന്നാണ് ചെല്ലേണ്ടത്. അവിടെ പറയുകയാണ്, അത്യുന്നതൻ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ വചനമാണ് അവിടെ ഉള്ളത്. പ്രിയമുള്ളവരെ, അവിടെ യേശുവിന്റെ അനുഭവമാണ്. ആ ഇടയന്മാര് ആ ആടുകളെ ഗുഹയുടെ ഉള്ളിലാണ്. ചെന്നായോ സിംഹമോ കാട്ടുമൃഗങ്ങളോ വരുമ്പോൾ തന്റെ ആടുകളെ ആക്രമിക്കാതിരിക്കാനായിട്ടാണ് ഈ ആട്ടിടയൻ ആ ഷെപ്പേഴ്സ് ഫീൽഡിലുള്ള ആ ഗുഹയുടെ മുഖത്താണ് കിടന്നുറങ്ങുന്നത്, സംരക്ഷിക്കുന്നത്.
ആടുകൾക്ക് സുരക്ഷിതമാണെന്നുള്ള ബോധ്യമുണ്ട്. ആടുകൾക്ക് സുരക്ഷിതമാണെന്നുള്ള ബോധ്യമുണ്ട്. ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഓരോ വ്യക്തികളും നമ്മെ ഏൽപ്പിച്ച നിധികളാണ്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ വചനങ്ങളിൽ പറഞ്ഞാല്, കുഞ്ഞുമക്കളെ, ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിധികളാണ്. ആ നിധി പൊന്നുപോലെ സ്നേഹം പോലെ കാത്തു സൂക്ഷിക്കണം. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കുഞ്ഞാട്. അപ്പോൾ കുഞ്ഞാടുകളാണ് നമ്മളെല്ലാം. കുഞ്ഞാടുകളായ നമ്മള് എന്തു ചെയ്യണമെന്നാണ് 23-ാം സങ്കീർത്തനം പറയുന്നത്. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ച നിറഞ്ഞ പുൽത്തകടിയിൽ അവിടുന്ന് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിന്റെ കുഞ്ഞാട് സർവ മനുഷ്യർക്കും വേണ്ടി ദിവ്യബലി അർപ്പിക്കുവാനായിട്ട്, ജീവൻ അർപ്പിക്കുവാനായിട്ട് വന്നു. ഒന്ന് നമുക്ക് ചിന്തിക്കാം. യേശുവിനെ ഗാഗുൽത്താ മലയിലേക്ക് കൊണ്ടുപോകുന്നത് ശരീരം മുഴുവനും വ്രണമാണ്, അടിച്ചടിച്ച് വ്രണമാണ്. രക്തമെല്ലാം കട്ടപിടിച്ച ശരീരം. ആ കട്ടപിടിച്ച ശരീരവുമായിട്ട് ഗാഗുൽത്തായുടെ പെരുമാറിലേക്കാണ് യേശു പോയത്. പ്രിയമുള്ളവരെ, ആ പോകുന്ന യേശുവിനെ കുറിച്ചാണ് യേശുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ആദ്യം സ്നാപക യോഹന്നാൻ പറയുന്നത്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഈ മുറിവേറ്റ കുഞ്ഞാട്, നഗ്നനായ പോലെ പോകുന്ന കുഞ്ഞാട്, അടി ഏറ്റ കുഞ്ഞാട്, ശിരസിൽ മുൾമുടി വെച്ച കുഞ്ഞാട്. നമ്മുടെയൊക്കെ ഹൃദയം വേദനിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സെ, സഹോദരങ്ങളെ, ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ, ഈ അപ്പം ഉയർത്തുമ്പോൾ ഇത് യേശുവാണെന്ന്, യേശുവിന്റെ രക്തമാണ്, യേശുവിന്റെ ശരീരമാണെന്ന്? അങ്ങനെ ആർക്കൊക്കെ തോന്നുന്നു, അവിടെയൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കടന്നു വന്ന് വളരെ സൗഖ്യങ്ങൾ നൽകും. ഹൃദയം നുറുങ്ങിയ ബലിയാണ് പ്രാർത്ഥനകള്. ഹൃദയം നുറുങ്ങിയ ബലിയർപ്പണമുണ്ടോ? ഞാൻ കുറെ നാൾ ധ്യാന കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. ഹൃദയം നുറുങ്ങിയിട്ട് പൊട്ടിക്കരഞ്ഞ് ദിവ്യബലി അർപ്പിക്കുന്ന നിമിഷങ്ങൾ പല വൈദികർക്കും ഉണ്ടായിട്ടുണ്ട്. ആരുമില്ലാത്ത, രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത ഈ ആളുകളൊക്കെ വരുമ്പോൾ ആ ദിവ്യബലി അർപ്പണത്തില്, ആ ഒരുക്കുന്ന അപ്പത്തില്, ആ ഒരുക്കുന്ന വീഞ്ഞില് പടയാളി ഒരുവൻ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു, ആ കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ആ വീഞ്ഞിലേക്ക് 2 തുള്ളി വെള്ളം ചേർക്കുന്ന അനുഭവം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? കാസയിലേക്ക് ആ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ചേർക്കുന്ന ഒരു ക്യാൻസർ രോഗിയാണോ? അങ്ങനെയെങ്കിൽ ദൈവം എടുക്കും, അങ്ങനെയെങ്കിൽ ദൈവം ഇടപെടും. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ സാധിക്കുന്ന രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ദൈവവചനം കൊടുക്കണം. ദൈവവചനത്തിലൂടെ ദൈവജനത വളരട്ടെ, ദൈവജനത്തിന്റെ ശക്തി നമ്മിൽ നിഴലിക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരും. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ CMI.